രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിടുന്നു CPM-ഉം BJP-യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത് അബദ്ധമല്ല, ബോധപൂർവമായ വീഴ്ച എന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നന്നായി അറിയാമായിരുന്നിട്ടും ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരെ വഞ്ചിച്ചെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 24-നോട് പറഞ്ഞു. MA ഷഹനാസിന്റെ പരാതി ആദ്യം അറിഞ്ഞത് ഷാഫി പറമ്പിലാണ്. സാഡ് സ്മൈലി ഇട്ടുകൊടുക്കുകയാണ് ഷാഫി ചെയ്തതെന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ഇതൊന്നും യാദൃശ്ചികമായിട്ടുണ്ടാവുന്നതല്ല. യാദൃശ്ചികമായിട്ടൊരു മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധമായിട്ട് ഇത് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു ബോധപൂർവമായിട്ടൊരു ക്രിമിനൽ സംഘം കോൺഗ്രസിൻ്റെ അകത്ത് പിടിമുറുക്കിയിരിക്കുന്നു. ഇതുപോലുള്ള ഹാബിച്വൽ ക്രിമിനൽസൊക്കെ ഇങ്ങനത്തെ സുപ്രധാനമായിട്ടുള്ള ഓഫീസുകളിൽ എങ്ങനെ എത്തിച്ചു കോൺഗ്രസ് പാർട്ടി ഉണ്ടായിട്ട് ഒരു 100 കൊല്ലത്തിലധികമായല്ലോ, 150 കൊല്ലത്തിൻ്റെയൊക്കെ അടുത്തേക്ക് എത്താറായി. ഇത്രയും വലിയ ഒരു പാർട്ടി ഇങ്ങനത്തെ ക്രിമിനലുകൾക്ക് വേണ്ടി ആ പാർട്ടി സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നത് എന്തിനാ? ഇങ്ങനത്തെ ക്രിമിനലുകളെ കൈയൊഴിഞ്ഞ് പാർട്ടി ശുദ്ധീകരിക്കാനല്ലേ അവർ മുൻകൈ എടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരാതികൾ ഉയർന്നു വന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഒരു സാഡ് സ്മൈലി മറുപടിയായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സാഡ് സ്മൈലി അയക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങളുണ്ട്, വിവരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഷാഫി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് പാലക്കാടിൻ്റെ MLA ആയിട്ട് ഷാഫി പറമ്പിൽ തുടരുന്ന സമയത്ത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇതുപോലൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പേവേർട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ മുന്നേ തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചിട്ടും അവർ നടപടിയെടുക്കാതെ പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്നതിന് വേണ്ടി, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഹുലിനെ ആദ്യം എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി. അതിനുശേഷം അദ്ദേഹത്തെ പാലക്കാട് MLA ആക്കി.